ചില കാര്യങ്ങളിൽ ചില നിയമങ്ങൾ വയ്ക്കും. പക്ഷേ ആ നിയമങ്ങൾ എന്ന് വെക്കുന്ന ഇറ്റ്സ് എ ജനറൽ ഫ്രെയിം വർക്ക്. ഇൻഡിവിജ്വലായിട്ടൊരു കുഞ്ഞിൻ്റെ അടുത്ത് എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അതിനാണ് നമുക്കൊരു ഡിസ്ക്രിഷണറി പവറും കൂടെ ദൈവം തന്നേക്കണം. ആ സാധനം നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് എന്ന് ഐ ഫീൽ കേട്ടോ. ഞാൻ ആസ് ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. കാരണം ഈ തരം ട്രോമേസിൽ കൂടുതൽ വരുന്ന ആൾക്കാരാണ് ഫെയിൽഡ് മാരേജസും ഒക്കെ ആയിട്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്ന് കഥകൾ പറയുന്നത്. ഇവർ പറയുന്ന കഥകളിൽ പലതും ഇങ്ങനത്തെ കഥകളുമുണ്ട്. അന്ന് കുഞ്ഞിലെ എന്നെ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ, അന്ന് കുഞ്ഞിലെ എനിക്കിത് ആരോടെങ്കിലും പറയാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ അതേ സാധനം ഇന്നെൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നു, അതേ സാധനം ഇന്നെൻ്റെ വൈഫ് ചെയ്യുന്നു. ഈ ഹസ്ബൻഡും വൈഫും ചെയ്തതല്ല അവിടെ പ്രശ്നം. ഇത് കൊണ്ടങ്ങ് ചൈൽഡ്ഹുഡ് ട്രോമയിൽ കണക്ട് ചെയ്തേക്കുക. അവിടെ നിന്ന് ഇവരെ ആരും ഊരിക്കൊണ്ടുവരും? അവിടെയൊക്കെയാണ് നമുക്കൊരു സൈക്കോളജിസ്റ്റും ആ ഒരു ട്രോമ ഹീലേഴ്സിൻ്റെ ഒക്കെ നമുക്കൊരാവശ്യം വരുന്നത് അവിടെയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം, എൻകറേജ് ടു അക്നോളജ്. ഇന്നത്തെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ദേ തിങ്ക് എവറിത്തിങ് ഈസ് ഗ്രാൻഡഡ്. വി ആർ പ്രിൻസ് ആൻഡ് പ്രിൻസസ്. അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം വി ആർ അക്നോളജ് ടു ഹാവ്, വി നീഡ് ടു ഹാവ് ദീസ് തിങ്സ്. ഇതെല്ലാം ഞങ്ങളുടെ റൈറ്റ് ആണെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവരെ വളർത്തുന്നത്. എല്ലാ സാധനങ്ങളും ഇപ്പോൾ വീട്ടിൽ 1, 1.5, 1.25 പിള്ളേരേ ഉള്ളൂ. തികച്ച് 2 വീടുകൾ കുറവാണ്. കറക്റ്റ് അല്ലേ? ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു വീട്ടിലൊരു അച്ഛനോ അമ്മയ്ക്കോ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതൊരു തേർഡ് പാർട്ടിക്കേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങളുടെ ടീച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അച്ഛനും അമ്മയ്ക്കുമാണ് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർ പിന്നെ എങ്ങനെയല്ലേ? അപ്പോൾ ഇതിനാണ് എഡിഫിക്കേഷൻ എന്ന് പറയാം. ഒരാൾ മറ്റേ ആളെ എംപവർ ചെയ്ത് വിട്ടാൽ ദാറ്റ് ഈസ് ഫോർ ദ വെൽഫെയർ ആൻഡ് ബെനിഫിറ്റ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ കിട്ടുന്ന എല്ലാ സാധനത്തിനും താങ്ക് യു പറയാൻ, അപ്പോൾ വാഗൊണ്ട് പറയാനല്ല, മനസ്സുകൊണ്ടെങ്കിലും താങ്ക് യു പറയാൻ അവരെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം അവർ വാഗൊണ്ട് പറയണം. അപ്പോൾ അത് പിന്നൊന്ന് സോറി. ഇങ്ങനെ നിൽക്കും പിള്ളേർ, എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ ദേ വോണ്ട് സേ സോറി. ഞങ്ങൾ എന്തിനു സോറി പറയണം? ഞങ്ങളാണ് ഇവിടുത്തെ രാജാവിന്, ഞാൻ എന്തിനു സോറി പറയണം? ഐ വിൽ നോട്ട് സേ സോറി. ടീച്ചർ എന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചു അമ്മ എന്നായിരിക്കും വീട്ടിൽ ചെന്ന് പറയണം. ഉടനെ വരും അമ്മയും അച്ഛനും കൂടെ, എൻ്റെ മോനെ കൊണ്ട് സോറി പറയിപ്പിച്ചോ. വി ഓൾ ഫേസ് ദിസ് അല്ലേ? പേരൻസ് ഇപ്പം അങ്ങനെയാണ്. കാരണം ന്യൂക്ലിയർ ഫാമിലിയിൽ വളർന്ന ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ പേരൻസ് ആണ് ഇപ്പോഴത്തെ പേരൻസ്. ആ ചിൽഡ്രൻ ആണ് ഇപ്പോഴത്തെ പേരൻസ്. അപ്പോൾ അവർക്ക് അവരുടെ കുട്ടിയെ കൊണ്ട് സോറി പറയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്നുവെച്ചാൽ ഈ സ്കൂള് മുഴുവൻ റൺ ചെയ്യണത് ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ആ പേരൻസ് വിചാരിച്ച് വെച്ചേക്കുന്നത്. ബാക്കി എല്ലാവരും ഒന്നുമല്ല. പല സ്കൂളിലെ ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ ദേ ഗീവ് മീ ദിസ് ഫീഡ്ബാക്ക്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ സ്കൂളിൽ പറ്റിപ്പോയി, അക്നോളജ്, സംഭവിച്ചു പോയി, സോറി, വി ക്യാൻ കറക്റ്റ് ഇറ്റ്, വി ക്യാൻ കറക്റ്റ് ഇറ്റ്. വഴക്ക് കേട്ടു, ഇറ്റ്സ് ഓക്കെ, ഞാൻ ഐ ഡിസേർവ് ഇറ്റ്. ആ ഒരു സാധനം അവരിലേക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റിയാൽ വി ക്യാൻ മേക്ക് ദം എ ഗുഡ് ഇൻഡിവിജ്വൽ ആൻഡ് ഹ്യൂമൻ റിലേഷൻ. അതുപോലെ കൊടുക്കുന്നതിൻ്റെയും വാങ്ങിക്കുന്നതിൻ്റെയും ഒരു സുഖം, ഒരു സാധനം കൊടുക്കുമ്പം കിട്ടുന്ന ഒരു സുഖം എന്താണെന്നുള്ളത് പഠിപ്പിക്കണം. അത് ഗിഫ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ചാരിറ്റി ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ. എന്താണ്, എല്ലാവരും ഇന്ന് വീട്ടിൽ പോയി 10 രൂപ വാങ്ങിച്ചുകൊണ്ട് വരണം, നമ്മൾ ഇന്നാർക്ക് ഡൊണേഷൻ, നോട്ട് ദാറ്റ്. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ് അറ്റ് ഓൾ. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് ഒരു ചേച്ചി വരുന്നുണ്ടോ? വാട്ട് ഡിഡ് യു മേക്ക് ടു ഫീൽ ഹർ ഹാപ്പി ഓർ ഇമ്പോർട്ടൻറ്റ്? ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ചുമ്മാ ചോദിക്കേ. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ജോലിക്കാർ ചെയ്യുക, അല്ലെങ്കിൽ പണിയെടുക്കാൻ വന്ന ഒരാളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? അല്ലെങ്കിൽ അയാൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോഴേ അവർക്ക് തോന്നുള്ളൂ അതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന്. അതൊക്കെ ചെയ്യേണ്ട, കാരണം അവർ വീട്ടിൽ കണ്ടിരിക്കുന്നത് ജോലിക്ക് വരുന്ന ചേച്ചി ഇന്നിവിടെ തൂത്ത ശരിയാവാത്ത എന്താണെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന അമ്മയെ ആയിരിക്കാം. അപ്പം വാട്ട് ഇസ് എ മെസ്സേജ്? എല്ലാവരോടും നമുക്കും അങ്ങനെ പെരുമാറാം എന്നുള്ളൊരു സാധനമായിരിക്കാം അവരിൽ കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കി. നമ്മുടെ സ്കൂളിൽ തൂത്തുവാരുന്ന ടീച്ചേഴ്സിനെ കാണുമ്പോൾ പിള്ളേർ ഗുഡ് മോർണിംഗ് പറയും, നമസ്തേ പറയും. പക്ഷേ നമ്മുടെ ഇവിടെ തൂത്തുവാരുന്ന ഒരു ചേച്ചി അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചീൻ്റെ അടുത്ത് നന്നായിട്ട് സ്നേഹമായിട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയാനായിട്ട്, ദാറ്റ് ഗീവ്സ് എ ഗുഡ് തിങ്. അപ്പം അവരിൽ നമ്മളറിയാതെ വി ആർ പ്ലാന്റിങ്
ഒരു മനുഷ്യത്വത്തിൻ്റെ, ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ മറ്റൊരാളെ കൺസിഡർ ചെയ്യാനുള്ള ഒരു സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നത്തെ പല റിലേഷൻഷിപ്സും, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഫെയിലിയർ ആവുന്നത് എന്തുകൊണ്ടാണ്? മറ്റേയാളെ കൺസിഡർ ചെയ്യുന്നില്ല, മറ്റേയാളെ കൺസിഡർ ചെയ്യുന്നില്ല. നീ ഉടുപ്പിടാൻ പാടില്ല, നിങ്ങൾ ഇന്ന ആളെ ഫോൺ വിളിക്കാൻ പാടില്ല, നിങ്ങൾ മറ്റേ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. വി ആർ കീപ്പിംഗ് റൂൾസ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റേയാളുടെ ഇഷ്ടം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്ക് വക്കീലാവണമെന്നാണ് ഭയങ്കര പാഷൻ. പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല. അച്ഛൻ വക്കീലാണ്, പക്ഷെ അച്ഛൻ മകനെ ഈ പ്രൊഫഷനിൽ വരാൻ സമ്മതിക്കൽ ഇഷ്ടമില്ല. അപ്പോൾ ഹി വെൻറ്റ് അബ്രോഡ്. പുള്ളിക്കാരൻ വെളിയിൽ പോയി ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റും അങ്ങനെയൊക്കെ, അങ്ങനെ എന്തോ ഒരു കോഴ്സ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് എന്തോ ചെയ്തു, അങ്ങനെയൊക്കെ. പക്ഷേ ഹിസ് മൈൻഡ് ഈസ് ഓൾവേസ് ഇൻ ടു പ്രാക്ടീസ്. എന്നും വീട്ടിൽ വന്നിരുന്നു, കല്യാണം കഴിച്ചു, ഭാര്യ അടുത്ത് വന്നിരുന്ന് കരയും, എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല, ഇത്രയും നേരം ഇരിക്കണം, എനിക്കിത് ഇഷ്ടമല്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ജോലിയുണ്ട്. അവസാനം പുള്ളിക്കാരി പറഞ്ഞു, ക്വിറ്റ് യുവർ ജോബ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ഹൗസ് ഹോൾഡ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അപ്പം ഒരാൾ ആദ്യം പ്രാക്ടീസ് ചെയ്യാമെന്ന് അറിയാമല്ലോ. അൺലൈക്ക് എനി അതർ പ്രൊഫഷൻ, ഞങ്ങളുടെ പ്രൊഫഷൻ 5-6 വർഷം അടിമപ്പണിയാണ്, ഒന്നും കിട്ടില്ല. പക്ഷെ 5 വർഷം ഹി സ്റ്റേഡ് വിത്ത് എ സീനിയർ. ഇന്ന് ഹീസ് ഡൂയിങ് വെരി ഗുഡ്. ഹൈക്കോർട്ടിൽ വളരെ ലീഡിങ് ആയിട്ടുള്ള ഒരു ലോയറാണ്. ആൻഡ് ദ ഇമ്മൻസ് റെസ്പെക്ട് ഹി ഹാസ് ഫോർ ഹിസ് വൈഫ്. എന്നും പറയും, ഒരു കേസ് ജയിക്കുമ്പോഴും പുള്ളി പറയും, അന്ന് എന്നെ ലക്ഷ്മി നിർബന്ധമായിട്ട് അതിനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ. ആ ഒരു സാധനം തിരിച്ചും വൈഫിൻ്റെ ഞാൻ പറയും, ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഈസ് മൈ ഹസ്ബൻഡ്. അത് പറയാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള മടിയില്ല. കാരണം നീ അവിടെ പോ, നീ ഇവിടെ പോ, നീ ഇത് പറയുന്നത് ഇങ്ങനെ ലാഗ് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ വഴക്കുണ്ടാവും, എനിക്കത് ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കില്ലേ. അല്ല, യു ഗോ. അതിൻ്റെ റിസൾട്ടാണ് ഐ ആം സ്റ്റാൻഡിങ് ഹിയർ. അപ്പം ആ ഒരു സാധനം, ദ റെസ്പെക്ട് ഐ ഹാവ് ഫോർ ഹിം, ഈ ഒരു ഗിവ് ആൻഡ് ടേക്കിൻ്റെ ഒരു സാധനം നമ്മൾ നമ്മുടെ പിള്ളേരിൽ ഇപ്പോഴേ അത് എൻജോയ് ചെയ്യാൻ പഠിപ്പിച്ചാൽ മാത്രമേ അവർ നാളെ അത് അവരുടെ സ്പൗസിനോടും അവരുടെ സൊസൈറ്റിയോടും അവർ തിരിച്ചു കൊടുക്കുള്ളൂ. ചില ബോസുകൾ നമുക്കറിയാം, അവരെപ്പോഴും അവരുടെ സബോർഡിനേറ്റ്സിനോട് ഭയങ്കര ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയിട്ട് ലുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. കാരണം എന്താ? സ്കൂളിൽ അവർക്കത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ അവർക്കത് കിട്ടിയിട്ടില്ല. ഗിവ് ചെയ്യണതിൻ്റെ ഒരു സുഖം അവർക്ക് കിട്ടിയിട്ടില്ല. അവർ വിചാരിക്കണ ഈ സാധനം ഇന്നർ അവരുടെ മൈൻഡ് എടുത്ത് നോക്കിയാൽ ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് വാട്ട് ദേ ആർ ഡൂയിങ്. ഇതിനൊരു കറേജ് വേണം, മറ്റൊരാൾക്ക് കൊടുക്കാനും ആ കൊടുക്കുന്നതിൽ സന്തോഷിക്കാനും ഒരു കറേജ് വേണം. അതും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ടീനേജേഴ്സ്, ഇൻട്രഡ്യൂസ് ദം ടു റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ നാളെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈൻ ഉണ്ടാവണം എന്ന് പറഞ്ഞതല്ല ഞാൻ. എല്ലാ തരത്തിലുമുള്ള റിലേഷൻഷിപ്സ് ഇവിടെ ഉണ്ടെന്ന് അവരോട് പറഞ്ഞ് തന്നെ മനസ്സിലാക്കണം. ഈ കുഞ്ഞു പ്രായത്തിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒന്നും അച്ഛൻ അമ്മ എന്നൊന്നും പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവില്ല. എല്ലാ ദിവസവും ആഹാരം കൊടുക്കണ ആൾ അമ്മ, പൈസ കൊടുക്കണ ആൾ അച്ഛൻ, ഇത്ര അല്ലാതെ പിള്ളേർക്കത് മനസ്സിലാവില്ല. കാരണം അവർക്കത് ഇമ്പോർട്ടൻ്റ് അല്ല. അത് അവരങ്ങനെയാണ്, അവരുടെ സൈക്കി അങ്ങനെയാണ്. ഒരു ടീനേജ് പരുവത്തിലൊക്കെ ആവുമ്പോഴാണ് അച്ഛൻ എന്നൊരു ബന്ധം, അമ്മ എന്നൊരു ബന്ധം, സിബ്ലിങ്സ് എന്നൊരു ബന്ധം, ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഇമോഷൻ അവരിലുണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ബന്ധങ്ങളുടെ വാല്യൂ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദേ വിൽ ഗ്രോ അപ്പ് ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അപ്പം വൈഫ് എന്താണ്, സ്പൗസ് എന്താണ്, കാമുകി എന്താണ്, ഫ്രണ്ട് എന്താണ്, ബെസ്റ്റി എന്താണ്, ഇതൊക്കെ നമുക്ക് പറയാം. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം സിറ്റുവേഷണൽ റിലേഷൻഷിപ്പിലാണ് നിൽക്കണം. എന്ത് സിറ്റുവേഷണൽ റിലേഷൻ? ഞാൻ എൻ്റെ ടീനേജ് ഫ്രണ്ട്സിനോട് ചോദിക്കാറ്, എന്താണ് ഈ സിറ്റുവേഷണൽ റിലേഷൻഷിപ്പ്? അത് ഓഫീസിൽ പോകുമ്പോൾ ഒരെണ്ണം, പിന്നെ നാട്ടിലൊക്കെ പോകാൻ നേരത്തെ ഒരെണ്ണം, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രെയിനിൽ ഒരെണ്ണം കാണും. എന്നിട്ട് ഇതിലൊക്കെ ഏതാണ് നല്ലത് എന്ന് അവർ നോക്കും. ഒന്നും കൊള്ളൂല്ലെങ്കിൽ പിന്നെ വീട്ടുകാർ പറയണം ആരെങ്കിലും ഒരാളെ നോക്കും. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടത്, എന്തുവാണ് ഈ സംഭവം? നമുക്കിതൊന്നും വേണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം അതാണ് കാലം. അപ്പം ഈ സിറ്റുവേഷണൽ റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും ഇവർക്കും ഇവരോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഒരു ഡാമേജ് ഉണ്ടാവാതെ ഇവർ ഊരി പോരണമല്ലോ. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കുക. അതേപോലെ ചില ബന്ധങ്ങളുണ്ട് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് ആണിലുമുണ്ട് പെണ്ണിലുമുണ്ട്. അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് എല്ലാ കുറ്റവും ചെയ്തത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈത്തിൽ കണ്ണി പോലെ അവരെ വലിച്ചു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന ചില ബന്ധങ്ങൾ.
ആ ബന്ധങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടെന്നും ഇതാണ് അവർ ചെയ്യുന്നതെന്നും ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ കുട്ടികൾക്ക് അറിയുള്ളൂ. ഇല്ലെങ്കിൽ അവർ വിചാരിക്കും ഇതാണ് നോർമൽ. നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ, അത് എന്ത് തരം റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല എന്നും, എവിടെയെങ്കിലും ഒരിടത്ത് നോ പറയേണ്ട ഒരു സമയമുണ്ടെങ്കിൽ അത് നോ പറയുക തന്നെ വേണം. അവരുടെ മനസ്സിലറിയാം നോ, ഐ എം നോട്ട് കംഫർട്ടബിൾ ഹിയർ എന്നുള്ളത് അവർക്കറിയാം. ആ നോ പറയാനും ആ നോ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മനസ്സ് ഈ രണ്ട് കുട്ടികൾക്കും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ടീനേജുകാർ ഒരു നോ കേൾക്കുമ്പോൾ ആദ്യം പോയി തൂങ്ങാനോ പെട്രോൾ എടുക്കാനോ പോണത്. നോ പറഞ്ഞിട്ടില്ല ആരും അവരോട്. ഇന്ന് രാത്രി 12 മണിക്ക് പിസ്സ വേണം. ഓ, അച്ഛനും അമ്മയും കൂടെ ഇറങ്ങാണ്, ഡോമിനോസ് എവിടെയാണ് തുറന്നേക്കണേന്ന് നോക്കാൻ. എടാ, നാളെ തരാൻ, തീർന്നില്ലേ? അല്ലെങ്കിൽ അടുത്ത ആഴ്ച തരാൻ, കഴിഞ്ഞ ദിവസമല്ലേ നീ പിസ്സ കഴിച്ചിന്ന്, കഴിക്കണ്ട എന്ന് പറയുന്നില്ല, നോ പറയുന്നില്ല. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ തന്നെ വളരെ മധുരം കൂട്ടി മക്കളെ പോട്ടെ, ഇന്നില്ല നാളെ, ഇങ്ങനെ പറയുന്നുള്ളത് നോ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല, തരില്ല, അത്ര തന്നെ. അതൊന്നും പിള്ളേരോട് ചെയ്യുന്ന ക്രൂരതയല്ല. ഡയമണ്ട് പോലും എന്തുമാത്രം ഉരച്ചിട്ടും എന്തുമാത്രം സ്ട്രഗിൾ കൂടെ പോയിട്ടുമാണ് അത് ആ ഷൈനിങ് സ്റ്റോൺ ആവണം. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ ആ ജനിച്ചപടി അങ്ങ് വളർത്തുക. കുറെ പൊക്കവും വെച്ച് കുറെ വണ്ണവും വെച്ച് നല്ലാതെ മാനസികമായിട്ട് അവർ വളർന്നില്ല. അപ്പം പിന്നെ അവരോടൊരു നോ, ഒരു ടീനേജ് പ്രായത്തിൽ അവരുടെ ഹോർമോൺ തറച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അവരോട് ഒരാൾ നോ പറഞ്ഞാൽ ഇന്ന് കൊല്ലണോ നാളെ കൊല്ലണോ അതോ ഞാൻ തൂങ്ങണോ? ഇതാണ് ഇവരുടെ ഉള്ളിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. വേറെ ഒന്നും ആലോചിക്കുന്നില്ല. ഈ തൂങ്ങിയാൽ എന്ത് പറ്റുന്നോ, അല്ലെങ്കിൽ ഞാൻ ഇവരെ കൊന്നാൽ എന്ത് പറ്റുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഞാൻ ഇവരെ ഉപദ്രവിച്ചാൽ എനിക്കെന്ത് പറ്റും, അവർക്കെന്ത് പറ്റും. 10 കൊല്ലം കഴിയുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ എങ്ങനെയായിരിക്കും കാണുന്നത്? ദേ ലീവ് ഇൻ ദ പ്രസൻറ്റ്. ഈ നിമിഷത്തിൽ മാത്രമാണ് അവർ ജീവിക്കണം. അപ്പം നാളെ എന്നൊന്നുണ്ടെന്നും നാളെ ഇങ്ങനെയൊക്കെയാണ് ആകാൻ പോകുന്നതെന്നും നിങ്ങളിങ്ങനെ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരാവേണ്ടതാണെന്നും അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ചിലപ്പോൾ നമ്മളെ തേടി വന്നെന്നിരിക്കുമെന്നൊന്നും പറഞ്ഞു കൊടുക്കാനും അവർക്ക് ആരുമില്ല, പറഞ്ഞാൽ ഇട്ടർക്ക് കേൾക്കാനും താല്പര്യമില്ല എന്നുള്ളത് വേറൊരു ഫാക്ട്. ബട്ട് ഹെൽപ്പ് ദം ടു സേ നോ ആൻഡ് ടേക്ക് നോ. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ആൻഡ് ദ നോ ഷുഡ് ബി സ്ട്രോങ്. നമ്മൾ അവരോട് പറയുന്ന നോ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറയണം. ഇന്ന കാരണം കൊണ്ട് നോ. ലെറ്റ് ദം അക്സെപ്റ്റ്. കുഞ്ഞിലെ അത് അക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. കുറച്ചുകൂടെ വലുതായി വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം. ഇന്നത്തെ അമ്മമാരുടെ ഓട്ടപ്പാച്ചിൽ തിരക്കിനൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇന്നലെ വാങ്ങിച്ച പൊറോട്ടയും ബീഫും ഒക്കെയാണോ പാക്കറ്റിലെന്നുള്ളത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി വായിച്ചത്, നമ്മുടെയൊക്കെ ലിവറിൽ ഒരളവ് പ്ലാസ്റ്റിക് അടിയുന്നുണ്ട്, അതറിയാലോ അല്ലേ? നമ്മുടെ പാക്കറ്റ് ഫുഡ്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട്, ബിക്കോസ് നമ്മുടെ ലിവറാണ് അത് സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ലോബ്സിലും കൂടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേറ്റ്സ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റഡി വായിച്ചായിരുന്നു. അലാമിംഗ് ആണ്. ലേസ് പോലത്തെ സാധനങ്ങൾ, അതായത് കുക്ക്ഡായിട്ടുള്ള മറ്റേ റെഡി ടു ഈറ്റ് സാധനങ്ങൾ, പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളിലെല്ലാം ദ ക്വാണ്ടിറ്റി ഓഫ് പ്ലാസ്റ്റിക് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഫുഡ് വി ഇൻടേക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഒരു ചിക്കന് മീൻ എന്നൊക്കെ പറയുന്നത് ഒരു ഞായറാഴ്ച ദിവസം കിട്ടുന്ന ഒരു ഡെലിക്കസിയാണ്. ഇന്നിപ്പം 3 നേരവും അതാണ് കഴിക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കുഞ്ഞുങ്ങളിലും ഉണ്ട്. അപ്പം കഴിയുന്നിടത്തോളം ഒരു ഹെൽത്തി ഡയറ്റൊക്കെയാണോ ഇവർ കഴിക്കുന്നത് എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ പേരൻസിനും നമ്മൾ ടീച്ചേഴ്സിന് കൊടുക്കുന്നത് പോലെ പേരൻസിനും ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് വളരെയധികം നല്ലതായിരിക്കും. ദേ നോ എവറിത്തിങ്. പക്ഷേ അതെല്ലാം യൂട്യൂബിലെ റീലിലാണ് അവർ കാണുന്നത്. അതൊക്കെ അവനവൻ്റെ വീട്ടിലും അല്ലെങ്കിൽ സ്കൂളിലും ഒക്കെ ആപ്ലിക്കബിൾ ആണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പം ഇഫ് സംതിങ് ഗോസ് റോങ് ആണ്, പിന്നെ മറ്റേ അംഗനവാടി പഠിച്ചിരുന്ന കാലം പോലുള്ള കാര്യം വരെ ചകഞ്ഞടിച്ചോണ്ട് വരും സോഷ്യൽ മീഡിയ. എന്താ കാര്യം? പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ലാക്ക് ചെയ്യുന്നൊരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് കിട്ടുന്ന സാധനങ്ങളോട് താങ്ക് യു, അത് നിർബന്ധമായിട്ടും നമ്മൾ പറയാൻ പഠിപ്പിക്കണം. എല്ലാ ദിവസവും അവർ കിടന്നുറങ്ങുന്നതിന് മുമ്പേ എങ്കിലും 2 മിനിറ്റ് അവരോട് എഴുതാൻ പറയണം. ഒരു ഹോംവർക്കായിട്ട് കൊടുത്താൽ പോലും കുഴപ്പമില്ല. അവരുടെ ലൈഫിലുള്ള നല്ല 5 ക്വാളിറ്റീസ്, 5 കാര്യങ്ങൾ
എഴുതാൻ പറയുക. എന്നിട്ട് അത് എല്ലാ ദിവസവും രാത്രി വായിക്കാൻ പറയാം, ഇല്ലെങ്കിൽ എല്ലാ ദിവസവും അവർ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫൈനൽ ജനഗണമനയ്ക്ക് മുമ്പെങ്കിലും ഒന്ന് വായിക്കാൻ പറയാം. ലെറ്റ് ദം റീഡ്. അവർ കൂടുതൽ അത് വായിക്കും തോറും അവർക്ക് ആ ബോധമുണ്ടാകും, അത് എവിടെയെങ്കിലും അവരിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിലുള്ള ആൾക്കാർ വഴിതെറ്റിപ്പോകാൻ ഇങ്ങനത്തെ ഈ എന്താണ് ഡ്രഗ്സ് പോലത്തെ, സെക്ഷൽ അബ്യൂസ് പോലത്തെ, അല്ലെങ്കിൽ റോങ് റിലേഷൻഷിപ്സിലൊക്കെ പോയി ചെന്ന് ചാടാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. കാരണം അതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിലെ ഇന്നർ ഭയമാണ്. എനിക്കൊന്നുമില്ല, ഞാൻ ആരുമല്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്താണ് ഞാനിനി എന്ത് ചെയ്യും? ഇങ്ങനത്തെ അവരുടെ ചിന്തകളാണ് അവരെ ആ വഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നത്. ഇനി പെട്ടുപോയാൽ പോലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് തോട്ട് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് കയറി വരാൻ സാധിക്കും. കാരണം അത് അവർക്കൊരു ഇന്നർ കറേജ് കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് അത് എപ്പോഴും അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, ഷീ മാരീഡ് വൺസ്, ഇറ്റ് ഫെയിൽഡ്, ഷീ മാരീഡ് അഗെയിൻ, ഇറ്റ് ഓൾസോ ഫെയിൽഡ്. ഇപ്പം അമേരിക്കയിലാണ്, ഭയങ്കര നല്ല ജോലിയാണ്, ഭയങ്കര ശമ്പളമുണ്ട്, ബാംഗ്ലൂർ ഒരു വീടുണ്ട്, അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് കാറ് ഡ്രൈവ് ചെയ്യും, കാറുണ്ട്. ബട്ട് സീ സാഡ്. എന്താ കാര്യം? ഭർത്താവില്ല. അപ്പം ഞാൻ ചോദിച്ചേടാ, ഈ വക്കീലായിട്ട് ഈ ഒരു സാധനത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് കിടന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. യു ആർ ഫ്രീ, എവിടെ വേണമെങ്കിലും നിനക്ക് പൊക്കൂടെ, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്തൂടെ, 2 കൈയുണ്ട്, കാലുണ്ട്, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, ചെറുപ്പമാണ്, ഇഷ്ടം പോലെ പൈസയുണ്ട്, നാട്ടിൽ വന്നാൽ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോളാണ്, ചുമ്മാ ഇരുന്ന് കഴിക്കാം, ചുമ്മാ ഇരുന്ന് ജീവിക്കാം, ഈ ഫ്രീ വേൾഡ് മുഴുവൻ നിന്റെ മുമ്പിൽ കിടക്കുവാണ്, ഇല്ലാത്തതൊരു ഭർത്താവാണ്. ഇതിനാണ് അത് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ ആവണേന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണതാ, ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക നിങ്ങളുടെയൊക്കെ ജീവിതം നല്ലത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയെന്ന്. ഒന്ന് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്, പക്ഷെ അമേരിക്ക വരെ പോകാനുള്ള ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പോയി കൊടുത്തിട്ട് വന്നേനെ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോൾ ഡൗൺ ആവുന്നു, നമ്മൾ ഹ്യൂമൻ ബീങ്സ്, ഞാനിപ്പോൾ ടീച്ചേഴ്സ് എന്നുള്ള നിലയ്ക്കല്ല, അല്ലെങ്കിൽ വക്കീൽ എന്നുള്ള നിലയ്ക്കല്ല, ബീങ് ഹ്യൂമൻ ബീങ്സ്, നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു പേപ്പറും പേന എടുത്ത് വെച്ച് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതെന്ന് എഴുതി വയ്ക്കുക. വി വിൽ ഫീൽ ലൈക്ക് കിങ്സ്, ഇല്ലേ, ടോപ്പ് ഓഫ് ദ വേൾഡ്. ഈ ഒരു പ്രശ്നം, എന്തോന്ന് പ്രശ്നം ഇത്, ഒന്നും അല്ലാന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാവും. സോ എന്തൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ നമുക്ക് ബേസിക് ആയിട്ട് പഠിപ്പിക്കേണ്ടതെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ബേസിക് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് അവർക്ക് പഠിപ്പിക്കണം. അതായത് നല്ല ആൾക്കാരും ഈ ലോകത്തിലുണ്ട്, ചീത്ത ആൾക്കാരും ലോകത്തിലുണ്ട്. എന്നാൽ നല്ലത് മാത്രമായിട്ടുള്ള ആൾക്കാരും ഇല്ല, ചീത്ത മാത്രമായിട്ടുള്ള ആൾക്കാരും ഇല്ല. ഓക്കെ, ഒരാൾ മറ്റുള്ള എല്ലാവരോടും മോശമായിട്ട് പെരുമാറുന്ന ആൾ ചിലപ്പോൾ ഒരാളോട് വളരെ നന്നായിട്ടായിരിക്കും പെരുമാറുന്നത്. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കുറച്ച് ട്രെയ്റ്റ്സ് മാത്രമായിരിക്കും മോശം, കുറച്ച് ട്രെയ്റ്റ്സ് മാത്രമായിരിക്കും നല്ലത്. അത് കണ്ടിട്ട് ഡു നോട്ട് ജഡ്ജ് ദാറ്റ് പേഴ്സൺ. ഒത്തിരി തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ബിഹേവിയേഴ്സ് ആൾക്കാർക്ക്, ഇപ്പം നെഗറ്റീവ് ബിഹേവിയേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നാർസിസ്റ്റിക് ബിഹേവിയർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം സിംറ്റംസും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഹസ്ബൻഡ് വന്നിട്ട് പറയായിരുന്നു, ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ പറ്റിയൊക്കെ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിലോ. കാരണം ഇവരെ കണ്ടപ്പം മുതൽ ടെൽറ്റൈൽ സൈൻസ് ആണ്. അത് ഞാൻ 5 വർഷം കൂടെ ജീവിച്ച് പറ്റാതെ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഇതല്ലേ നിങ്ങളുടെ ഭാര്യയുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ഓഹോ, ഇതാരെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ലൈഫിൽ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാനിത് പെട്ടെന്ന് മനസ്സിലാക്കിയേനെ. എന്തിനാ അത്രയൊക്കെ പറയാൻ വെയിറ്റ് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. ഒന്ന്, അങ്ങനെയുള്ള ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാരെ നമുക്ക് ഇപ്പോഴേ ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം. കുഞ്ഞിലേ തന്നെ കാണിച്ചു തുടങ്ങും, അത് കുഞ്ഞിലേ തന്നെ ഈ ട്രെയ്റ്റ്സ് കാണിച്ചു തുടങ്ങും. ബേസിക് മാനേഴ്സ്. ഇന്ന് മറ്റേ പുരോഗമനവാദം കൂടി വന്നിട്ട് മുതിർന്ന ആൾക്കാരെ കണ്ടാൽ എനിക്ക് പോലും വേണ്ടാന്നാണ് കുട്ടികളെ ഇന്നിപ്പം പഠിപ്പിച്ച് വച്ചിരിക്കുന്നത്. അതിനെന്താ, കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ആൾക്കാരോട് പറയാം. പണ്ടൊക്കെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ കുറച്ച് ബഹുമാനത്തോടെ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മുമ്പിലൊക്കെ ബഹുമാനത്തോടു കൂടി വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ നമ്മളൊന്ന് എണീക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്നത്തെ പിള്ളേർ ചെയ്യത്തില്ല. ഇന്നത്തെ പിള്ളേരുടെ അത് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണോ അത് പറഞ്ഞത് അതെനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ തന്നെ ചെയ്യുന്നില്ല. ആ ഒരു ഞങ്ങൾ കോടതിയിലുമൊക്കെ കാണുന്നുണ്ട്. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് സീനിയേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങളൊക്കെ അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഓടി മാറും. കാരണം അവർ വന്ന് ഇരുന്നോട്ടെ, നമുക്ക് പരിചയം പോലും ഇല്ലാത്ത സീനിയേഴ്സ് ആയിരിക്കും. ഇന്നത്തെ പിള്ളേർ അനങ്ങത്തില്ല.
എത്ര വയസ്സായ ആൾക്കാർ വന്നെന്ന് പറഞ്ഞാലും ഇന്നത്തെ പിള്ളേർ അനങ്ങൂല. എന്തിന്? അവരും പഠിച്ചത് LLB, മറ്റേ എങ്ങനെയും പഠിപ്പിച്ചത് LLB. അയാൾ കുറെ നേരത്തെ പഠിച്ചാണ്, ഞാനെന്തിനു എണീക്കണം? ബേസിക് മാനേഴ്സ് ഈ പറഞ്ഞ പോലെ സേ താങ്ക് യു, സേ സോറി, സേ ഗുഡ് മോർണിംഗ്, എന്താണ് എനിക്കിത് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാം. മറ്റേത് ഇതങ്ങോട്ട് എടുത്തേ എന്ന് പറയുന്നിടത്ത് പ്ലീസ് എനിക്കതെടുത്ത് തരാം എന്ന് ചോദിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ, അത് ബേസിക് ലോ. പിള്ളേർക്ക് അറിഞ്ഞൂടാത്തൊരു സാധനമാണ് നിയമം. എന്തൊക്കെയാണ് അതിനകത്തുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ സൈബർ നിയമങ്ങളെ കുറിച്ചാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പിള്ളേർക്ക് അറിയില്ല. അപ്പോൾ അവരറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിസ്സാരം നമ്മുടെ ബസ് കൊണ്ട് നിർത്തിയിട്ട് ബസ്സിൻ്റെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്ത് അതേ ബസ് ഇടിച്ച് മരിച്ച എത്ര പിള്ളേരുടെ പടങ്ങൾ നമ്മൾ വരുന്നുണ്ട്. ബേസിക് വെയിറ്റ്, ആ ബസ് പൊക്കോട്ടെ എന്നിട്ട് ക്രോസ് ചെയ്യും. മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യും, പുറകിൽ കൂടെ ക്രോസ് ചെയ്യും, ഒറ്റ ഓട്ടോ ഓടും. പറഞ്ഞ് മനസ്സിലാക്കുക അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന്, നിയമങ്ങൾ എന്തൊക്കെയാണെന്ന്. അവരറിയാതെയാണ് പല നിയമങ്ങളും തെറ്റിക്കുന്നത്. പലപ്പോഴും അത് കുഞ്ഞുങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് ഒഴിവായി പോവുകയാണ്. പക്ഷെ അവരെ അതേ തെറ്റ് 18 വയസ്സ് ബർത്ത്ഡേ തികയണൻ്റെ തലേ ദിവസം വരെ കൊച്ചായിരുന്നവൻ 18ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് അഡൽട്ടായി. തലേ ദിവസം ചെയ്ത കുറ്റം അവൻ ആ പിറ്റേ ദിവസം ചെയ്ത ജയിലില്ല. അപ്പം ഇതൊക്കെ അവനാരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ ബേസിക് കുക്കിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള സാധനം. കാരണം 4 നേരം പെട്രോൾ അടിച്ചില്ലെങ്കിൽ ഈ വണ്ടി ഓടില്ലല്ലോ. അതിനുള്ള സാധനം പറഞ്ഞു കൊടുക്കുക. ബേസിക് ബാങ്കിങ്, എക്കണോമിക്സ് പഠിപ്പിക്കും, ബാങ്കിങ് പഠിപ്പിക്കില്ല. എൻജിനീയറിങ് കഴിഞ്ഞ ചെക്ക് എഴുതാൻ അറിയാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം. ഒരു ചെക്ക് എഴുതാൻ അറിയില്ല, ഒരു എഗ്രിമെൻ്റ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു എഗ്രിമെൻറ്റിൽ വേണമെന്നറിയില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഹൗ ടു ഹാൻഡിൽ നോ. ജോലിക്ക് പോയി റിജക്ഷൻ വരാം, ഇരുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം, ഇല്ലേ? ഒരു പ്രോജക്റ്റിൽ ഒരു മാനേജർ വഴക്ക് പറയാം, ഒരു ലവർ നോ പറയാം, വീട്ടിൽ നിന്ന് നിനക്ക് ഇന്ന് ഷെയർ തരൂല എന്ന് പറയാം. ഇതൊക്കെ സംഭവിക്കാം. സോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ചിൽഡ്രൻ നീഡ് ടു നോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇതിപ്പോൾ ഒരു മോണോലോഗ് പോലെ പോയി, സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ടാണ്. സോ എനിത്തിങ് യു ക്യാൻ ഡിസ്കസ്, വി ക്യാൻ ഡിസ്കസ്. എനിക്കൊരു ഡൗട്ടാണ് ഉള്ളത്. സോ പോക്സോ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പം 2 ഇൻവോൾവ് ആയിട്ടുള്ള കുട്ടി ഇപ്പൊ മെയിലാന്ന് വിചാരിക്കാം, ആള് ഇപ്പൊ ഒരു റേപ്പ് പോലൊരു ഹീനിയസ് ക്രൈമാണെന്ന് വിചാരിക്കാം. സോ 2 ആളും ആകുമ്പോൾ എന്താണ് ആ ഒരു നടപടി വരുന്നുണ്ടാകുന്നത്? ആ കുട്ടിയെ നമ്മുടെ നോർമൽ കോടതികളിലല്ല വിസ്തരിക്കുക, ജുവനൈൽ കോടതികളിലാണ് വിസ്തരിക്കുക. അവിടെ CCL ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് ഓഫ് ലോ. 1 വർഷത്തിൽ കൂടുതൽ ആ കുട്ടിയെ ശിക്ഷിക്കാനും പറ്റില്ല. അപ്പം അത് മറ്റേ ദുർഗുണ പരിഹാര പാഠശാല നമ്മൾ പറഞ്ഞ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിലുള്ള വെൽഫെയർ കേന്ദ്രങ്ങളിലായിരിക്കും ആ കുട്ടിയെ താമസിപ്പിച്ച് ചികിത്സിപ്പിക്കുക. സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവും. ലക്ഷണങ്ങളോ? ഞാൻ എൻ്റെ ഒരു കേസിൽ ഒരാൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെ പറയാം. എന്താണ്, കല്യാണത്തിന് പോകാൻ ഭാര്യ ഇറങ്ങി വരികയാണ്. അപ്പം നല്ല സാരിയൊക്കെയാണ് ഉടുത്തേക്കണം. അപ്പോൾ ചോദിക്കും, നാസിസ്റ്റാണ് ഹസ്ബൻഡ് എന്നുണ്ടെങ്കിൽ ആരെ കാണിക്കാനാണ് ഇത്രയും നല്ല സാരി ഉടുത്ത് കല്യാണത്തിന് ഇറങ്ങണം? ആരെ കാണിക്കാനാണ് ഇത്രയും നല്ല സാരി ഉടുത്ത് കല്യാണത്തിന് ഇറങ്ങണം? ഓക്കെ, അതെവിടെയൊക്കെയോ കൊണ്ട്. ഓക്കെ, ഇനി ഈ പോണ വഴി മുഴുവനും ഈ സാരി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോകുന്ന വഴി മുഴുവനും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ നിന്നെ നോക്കുന്നുണ്ട്, അവനെ കാണിക്കാനാണോ, അവനാരാ ഇവനാരാ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ, തിരിച്ച് വീട്ടിൽ വന്ന് നിങ്ങൾ എന്താ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്ത്? ഓ, നിനക്ക് ഫീൽ ചെയ്തല്ലേ, തെറ്റായിപ്പോയി, ക്ഷമിക്ക്, ബാ നമുക്ക് ഇടിയപ്പവും ചിക്കൻ കറിയും. ജയ സിനിമയെ കാണിക്കുന്നുണ്ടല്ലോ, കറക്റ്റാണത്. ഇടിയപ്പവും ചിക്കൻ കറിയും വാങ്ങിച്ചു കഴിക്കും. ഈ ഇടിയപ്പവും ചിക്കൻ കറിയും ആണോ ഭാര്യയ്ക്ക് ഇഷ്ടം എന്നുള്ളത് അയാൾ നോക്കുന്നില്ല, മനസ്സിലായി? പിന്നെ കാണിക്കുന്ന അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് വരെയുള്ളൊരു സ്നേഹം ഭയങ്കര സ്നേഹമാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ഇയാളെ വിട്ടുപോകണോ, ഇയാൾ ചെയ്യണതാണോ ശരി, ഞാൻ ചെയ്യണതാണോ ശരി എന്നുള്ളൊരു
കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അവസാനം അവർ തീരുമാനിക്കുന്നത്, ഓ ഞാൻ ആ സാരി ഉടുത്തത് കൊണ്ടല്ലേ അയാൾ അങ്ങനെ പറഞ്ഞത്, എന്നെ മറ്റുള്ളവർ നോക്കുന്നതിലുള്ള പൊസസീവ്നെസ് കൊണ്ടല്ലേ പറഞ്ഞത്, അപ്പം അത് എന്നോടുള്ള സ്നേഹം കൂടുതലല്ലേ എന്ന് വിചാരിച്ച് ഇതിങ്ങനെ സഹിച്ച് ഇവരല്ലാതായി മാറും. ഇനി തിരിച്ച് പുരുഷനാണെന്ന് വയ്ക്കുക, പുരുഷൻ ഭർത്താവും പുരുഷനാണ്, സ്ത്രീയാണ് നാർസിസ്റ്റിക് ക്യാരക്ടറായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ട്രെയ്റ്റ് എന്ന് പറയുന്നത് അവർ മറ്റെല്ലാവരോടും ഭയങ്കര നല്ല ബിഹേവിയർ ആയിരിക്കും. അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, നാത്തൂൻ, വീട്ടുകാർ, കസിൻസ്, ഇത്രയും നല്ലൊരു മരുമോളില്ല. പക്ഷെ ബെഡ്റൂമിൽ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മ എന്തുദ്ദേശിച്ചിട്ടാണ് ഇത് പറയുന്നത് തുടങ്ങിയ രാത്രി വെളുക്ക വരെ 4 മണി വരെ ഈ കഥാപ്രസംഗമായിരിക്കും. നിങ്ങളുടെ അമ്മ എന്ത് കണ്ടിട്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്, അവർക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നി, നിങ്ങളുടെ അമ്മ ഇന്ന് ശ്രദ്ധിച്ചോ, എനിക്ക് 2 തവി മോരുകറിയേ തന്നുള്ളൂ, നിങ്ങളുടെ പെങ്ങക്കാണ് 3 തവി കൊടുത്തത്, നല്ല ചിക്കൻ ലെഗ് പീസ് അവക്കാണ് കൊടുത്തത്, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസയും കൊണ്ടല്ലേ വന്നത് എന്നും ഇവനിത് വെളിയിൽ പോയി പറഞ്ഞാൽ ഇവൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെ അവനെ അടിക്കും. കാരണം അത്ര നല്ല മരുമോനാണ്, നീ അവളെ പറ്റി ഒന്നും ഒരു അനാവശ്യം പോലും പറഞ്ഞു പോകരുത്. ജീവിക്കാൻ സമ്മതിക്കില്ല. കാരണം എപ്പോഴും പിന്നെ അവരുടെ സ്പൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തരം എപ്പോഴും ഒരു പേടിയായിരിക്കും, ഇത് ചെയ്ത പ്രശ്നവും അത് ചെയ്ത പ്രശ്നം ഇങ്ങനെയാണ്. എന്നിട്ട് മറ്റവരിതൊക്കെ കഴിഞ്ഞ് കൂളായിട്ടിരിക്കുന്നതൊക്കെ. ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ എനിക്കറിഞ്ഞ രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാധനം. കുറേ ട്രെയ്റ്റ്സ് ഉണ്ട്, ഇതൊന്നും ആരുടെയും കുറ്റമല്ല, ഇതൊക്കെ ഒരു രോഗാവസ്ഥയാണ്. പിന്നെ ക്യാൻസർ പോലത്തെ ഒരു രോഗമാണ് സംശയം. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഓടിക്കോ, കാരണം അത് തിരുത്താൻ പറ്റുന്ന, മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല സംശയം. അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ അത്രയധികം ആർജവം വേണം അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സ്കൂൾ ടീച്ചേഴ്സ് അറിഞ്ഞോ അറിയാതെയോ ചൈൽഡ് കമ്മീഷൻ കേസുകളിൽ പെട്ടുപോകാറില്ല, അതിനെ ഒന്നിട്ട് ചെയ്യാൻ പറ്റുമോ? അതിന് നമുക്ക് ചെയ്യാവുന്ന ഒന്ന്, ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, ഡോക്യുമെൻ്റ് എവറിത്തിങ്. നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്ക്, ഒരു ഡേറ്റ് ഇട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഇട്ട് ഇന്ന കുട്ടിയോട് ഇന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രോബ്ലമാറ്റിക് ചിൽഡ്രൻ വരുമ്പോൾ നമുക്കറിയാം, അന്നത്തെ ദിവസം ഒന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ് നമ്മൾ പോലും പിന്നീട് മറന്നു പോകും. കാരണം ഈ കേസുകൾ വരുന്നത് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും. ഒരു മാറ്ററിൽ ഒരു അഡോപ്റ്റഡ് ചൈൽഡ്, അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ചൈൽഡാണ്. ആ കുട്ടിക്ക് എന്തൊക്കെയോ മെൻ്റൽ ഇഷ്യൂസും ഉണ്ട്. അതിൻ്റെ പേരൻസ്, അതായത് അഡോപ്റ്റഡ് പേരൻസിന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര വലിയ പ്രശ്നമായി. അവർ തമ്മിൽ പ്രശ്നമായി. ഇവർ അഡോപ്ഷൻ സെൻറ്ററിൽ ഈ കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പം പറഞ്ഞത്, സ്കൂളിലെ ടീച്ചർ എന്നെ അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെ ഒരു ഇഷ്യൂ ആ ടീച്ചറിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ടീച്ചറാണ് എൻ്റെ നെയ്ബർ, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. ഷീ ഹെർസെൽഫ് ഹാസ് ഗോട്ട് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. അപ്പോൾ അവരൊരിക്കലും അങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഒരാളുടെ അടുത്ത് പറയത്തില്ല. എന്നിട്ട് അതൊരു ഭയങ്കര വലിയ ഇഷ്യൂ ആയി. എൻ്റെ ഈ ടീച്ചറിനെ വിളിച്ച് അവരൊരു ഒറ്റയടിക്ക് ഇവർ തീരുമാനങ്ങളൊന്നും എടുക്കത്തില്ല. അവരൊരു കൗൺസിൽ കൂടി, ദേ ഹാഡ് ദിസ് എൻക്വയറി. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്കും ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഈ കുട്ടി വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചതാണ്. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഇവർ മിസ്ബിഹേവ് ചെയ്യും കുഞ്ഞിൻ്റെ അടുത്ത്. എപ്പോഴും നീ ഇങ്ങനെ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരുന്നു, തല കെട്ടി വെച്ചു, അങ്ങനത്തെ ഉള്ളൊരു സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, കൊള്ള പ്രശ്നമായിരുന്നു. ഞാനല്ലാതെ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ്, ഞാനും അവർക്കും അറിയത്തില്ലായിരുന്നു, ഈ കുട്ടി അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു, ഇതാണ് സംഭവിച്ചത്. പക്ഷെ ലക്കിലി അത് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് എന്നുള്ള ടീച്ചേഴ്സിനും മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ അറിയാമായിരുന്നത് കൊണ്ട് ആണ് അത് രക്ഷപ്പെട്ടു വന്നത്. പക്ഷേ ഇഫ് ദേ കുഡ് പ്രൂവ്, അത് ആ ടീച്ചറിന് ഭയങ്കര ബുദ്ധിമുട്ടായി പോയേനെ. എന്തായാലും മറ്റേ ചൈൽഡ് വെൽഫെയർ ബോർഡിൻ്റെ ഒക്കെ മുമ്പിൽ വരുമ്പം അവിടെ എമിനന്റ് സൈക്കോളജിസ്റ്റുകളാണ് ഇരിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ളതെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. കുഞ്ഞിൻ്റെ ബിഹേവിയറൽ ഇഷ്യൂസും ഇതെല്ലാം മനസ്സിലായിരിക്കും. പക്ഷേ ഇഫ് വി ഹാവ് ഡോക്യുമെന്റ്സ്, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എപ്പോഴും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കൊരു ചൈൽഡ് കൗൺസിലിംഗ് ഫോറം ഒക്കെ സ്കൂളുകളിൽ കാണുമല്ലോ. റിപ്പോർട്ട് ഇട്ട് ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇന്നതാണ് ആക്ഷൻ നമ്മൾ എടുത്തത്, ദിസ് ഈസ് വാട്ട് വി ഹാവ് സ്പോക്കൺ ടു ദ ചൈൽഡ് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് നമ്മുടെ ഒരു മെയിൽ അയക്കുകയോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു പാരന്റ്, സപ്പോസ് ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ വീട്ടില്, അപ്പൊ കുട്ടികളുടെ അത് ഇൻഫ്ലുവൻസ് ആവോ, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുമോ, എങ്ങനെയാണ് അതിന്റെ കുറച്ച്?
ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല, പക്ഷേ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് അറിയാവുന്നത് ആ ഒരു ട്രെയിൻസ്, ആ ഒരു DNA കുഞ്ഞിലേക്കും വരാതിരിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ദ ചൈൽഡ് വിൽ ബി അഫക്റ്റഡ്. കാരണം ഈ അച്ഛനോ അമ്മയോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ ദ അതർ സ്പൗസ് ഇസ് ഡൗൺ. അതിൻ്റെ ഇടയ്ക്ക് ആ ടെൻഷൻ ആൻഡ് ഫ്രിക്ഷൻ്റെ ഇടയ്ക്കാണ് ഈ കൊച്ചു വളർന്നത്. കുഞ്ഞിന് ആ ട്രെയ്റ്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഞ്ഞ് സഫർ ചെയ്യും, ഉറപ്പായിട്ട് സഫർ. അപ്പം അത് സ്കൂളിലും ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ കുഞ്ഞിലേ തന്നെ നമുക്കിത് കണ്ടെത്തി തിരുത്താൻ പറ്റുവാണെങ്കിൽ ആ കുഞ്ഞിനെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് രക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ബൈപ്പോളാർ പ്രശ്നമുള്ളൊരു ഒരു കുട്ടി, അതിന് 6ാം ക്ലാസ്സിൽ ലക്കിലി അത് തിരിച്ചറിയാൻ പറ്റി. ഇപ്പം ആ കുട്ടിക്കറിയാം ഞാനൊരു ബൈപ്പോളാർ പേഷ്യൻ്റ് ആണ്, ഇങ്ങനത്തെ തോട്ട്സ് വരുന്നത് ഇതുകൊണ്ടാണെന്നുള്ളത് ആ കുട്ടിക്ക് അറിയാം. കാരണം അന്ന് മുതലേ അതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അത് മാറിയിട്ടില്ല, ആ സ്റ്റേറ്റ് മാറിയിട്ടില്ല. പക്ഷേ ഷീ വിൽ ലീഡ് എ നോർമൽ ലൈഫ്. കാരണം ഷീസ് അവെയർ. ഈ പലപ്പോഴും ആ അവെയർനെസ് ഇല്ല. എനിക്കെന്താ പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയല്ല, എന്തിപ്പോൾ കുഴപ്പം, ആ ഒരു സാധനമാണ് വരുന്നത്. ഹോബിസ് ക്ലിയർ. ഞാൻ ആക്ച്വലി ഇവിടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രോബ്ലംസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഈ നിങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഈവൻ നോട്ട് ഓൺലി സ്റ്റുഡൻസ്, ഈവൻ ടീച്ചേഴ്സിന്റെ ഇടയിൽ പോലും എന്തിനു വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിന് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം അത് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എന്താണ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും കൂടി ഒന്ന് മാമനെ എവിടെ പറഞ്ഞു വെക്കാൻ പറ്റും? അതെനിക്ക് മനസ്സിലായി. ഇപ്പം ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന പിള്ളേരെ ഇനി വേറൊരാൾ വന്ന് എന്ത് പറയാനാന്നുള്ളതല്ലേ. കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ മനഃശാസ്ത്രപരമായ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ ഒരു മാത്സ് ടീച്ചറിനായിരിക്കും പറ്റുക. അതൊരിക്കലും ഒരു മലയാളം ടീച്ചറോ ഇംഗ്ലീഷ് ടീച്ചറോ സോഷ്യോളജി ടീച്ചറോ ഒക്കെ വിചാരിച്ചാൽ മാത്സ് ടീച്ചർ ചെയ്യുന്നത് പോലെ അത് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ മാത്സിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചറായിരിക്കണം ഈ സുവോളജി ടീച്ചർ, ഇല്ലേ? കറക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ കുറിച്ച് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതും പഠിക്കുന്നതും സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി എടുത്ത് പഠിച്ച ആൾക്കാർ. അപ്പം നമ്മൾ കാണാത്ത ഒരുപാട് തലം കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. നമ്മൾ അവരിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ഒന്ന് വി ആർ എൻട്രസ്റ്റിംഗ് ദം ടു പ്രൊഫഷണൽസ്. പിന്നെ നമ്മളുടെ ഈ തിരക്കിന്, നമ്മളുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന തിരക്കിനകത്ത് നമുക്ക് ഈ ഒരു കുട്ടിയെ മാത്രം ഫോളോ അപ്പ് ചെയ്ത് എന്തായി അതിൻ്റെ ബാക്കി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ ഇന്ന് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിടിക്കാം, നാളെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ പിടിക്കാം. മാത്സിൽ മോശമാവണം അല്ലെങ്കിൽ സയൻസിൽ മോശമാവണം, നമുക്കത് മാർക്ക് കൊണ്ടറിയാം. പക്ഷെ അവൻ്റെ മാനസിക നില മോശമായിട്ടാണോ വരുന്നത്, അവൻ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് അത് അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരാൾക്കായിരിക്കും അറിയാൻ പറ്റും. അപ്പം എപ്പോഴും എൻകറേജ്, പക്ഷേ ഫസ്റ്റ് ഹാൻഡ് ആൾക്കാർ ടീച്ചേഴ്സാണ് എല്ലാ ദിവസവും. അപ്പം എൻകറേജ് ദം ടു മീറ്റ് ദി സൈക്കോളജി പേഴ്സൺ. നിങ്ങളുടെ കൗൺസിലേഴ്സിന്, നിങ്ങൾക്ക് ഇവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഓരോ ക്ലാസ്സിലും, അവരുമായിട്ട് കളിക്കാൻ സമ്മതിക്കുക. അപ്പോൾ അവരെയൊക്കെ ഈ കുട്ടികളിൽ ഒരാളാണെന്നുള്ളൊരു ഫീലിംഗ് ജനിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചേഴ്സിനാണ്. ഈ ഒരു സാധനം കിട്ടും. ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് പോകുമ്പോൾ തന്നെയാണ് നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കൂൾ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് പറ്റുക. ദിസ് ഈസ് വാട്ട് ഐ നോ. അതല്ലേ ഉദ്ദേശിച്ചത്?